ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൻ്റെ തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. രണ്ട് ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എന്തായാലും തീ പാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. രണ്ട് ടീമുകൾക്കും അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകളും ഒരുപോലെ തന്നെയുണ്ട്. ഇന്ത്യൻ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇന്ത്യക്ക് ട്രാവൽ ചെയ്ത് പോയി ഫൈനലിൽ കളിക്കേണ്ട എന്നുള്ളതാണ്. ദുബായിൽ തന്നെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പിച്ച് കണ്ടീഷനെ കുറിച്ച് നല്ല അവെയർ ആയിരുന്ന ടീം ഇന്ത്യ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ന്യൂസിലാൻഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓൾറെഡി അവിടെ വന്നിട്ടൊരു തോൽവി ഏറ്റുവാങ്ങി വന്നിട്ട് പോയതാണ്. പക്ഷേ സെമി ഫൈനലിൽ മനോഹരമായിട്ട് സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചാണ് അവർ ഫൈനലിൽ കടന്നിട്ടുള്ളത്. ഈ ഒരു ടൂർണമെന്റിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ബാലൻസ്ഡ് ടീം തന്നെയാണ് ന്യൂസിലാൻഡ് ഉള്ളത്. ബോളിംഗ് സൈഡ് ആണെങ്കിലും ബാറ്റിംഗ് സൈഡിലാണെങ്കിലും എബോവ് ആവറേജ് ആണ്. അതോടൊപ്പം തന്നെ ഫീൽഡിങ്ങിലാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്, അല്ലെങ്കിൽ നമുക്ക് വർഷങ്ങളായിട്ട് തന്നെ അറിയാം കിവികൾ അടിപൊളിയാണെന്ന്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കുറച്ചുകൂടി ബെറ്ററാണ് കിവീസ്. ആൻഡ് ഈ ഒരു മത്സരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ രണ്ട് ടീമുകളും ലെവലിൽ കാര്യമായിട്ടുള്ള ചേഞ്ചുകൾ വരുത്താനുള്ള സാധ്യതയില്ല. നമുക്കറിയാം ദുബായ് പിച്ച് കുറച്ചൊന്ന് സ്പിൻ ഓറിയന്റഡ് ആയിട്ടുണ്ടെന്നുള്ളത്. ഓൾറെഡി ന്യൂസിലാൻഡുമായിട്ടുള്ള മത്സരത്തിൽ നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നതുമാണ്. അതായത് നമ്മുടെ മേജർ ഓവേഴ്സും എറിഞ്ഞിട്ടുണ്ടായിരുന്ന സ്പിന്നേഴ്സ് തന്നെയാണ്. രണ്ട് ബേസ് ബോളേഴ്സിനെ മാത്രമേ നമ്മളിപ്പോൾ ട്രൈ ചെയ്യുന്നുള്ളൂ, ഷമിയും അതോടൊപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യയും. അവർ 4 ഓവറുകൾ വീതം മാത്രമായിരുന്നു ആ ഒരു മത്സരത്തിൽ എറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് തന്നെ നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാം. അവരവരുടെ ക്വാർട്ടർ ഫൈനൽ ആയതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ കൂടുതലും സ്പിന്നേഴ്സിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് ബോളിംഗ് സ്പെല്ലുകളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ലെവലിൽ വേറെ ഞാൻ പറഞ്ഞ പോലെ കാര്യമായിട്ടുള്ള ചേഞ്ചുകളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ന്യൂസിലാൻഡിനെ നമ്മൾ ഓൾറെഡി തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് അത്ര നിസ്സാരക്കാരായി കണക്കാക്കേണ്ട. അവർ അടിപൊളി ടീം തന്നെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഫൈനൽ ഈ ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തീ പാറുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ഒരു മത്സരത്തിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ന്യൂസിലാൻഡിനെ സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് കെയ്ൻ വില്യംസൺ എന്ന താരം. കെയ്ൻ വില്യംസൺ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് അടിപൊളിയാണ് കളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. സെമി ഫൈനലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ മത്സരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബിഗ് സ്കോർ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് നമുക്ക് കണ്ടിട്ടുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ രജിൻ രവീന്ദ്ര, മാൻ ഓഫ് ICC ടൂർണമെന്റ്സ് എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. കാരണം ICC ഇവന്റ്സുകൾ മാത്രം അദ്ദേഹം കരിയറിൽ സെഞ്ചുറി അടിച്ചിട്ടുള്ളത് ICC ഇവന്റ്സുകളിൽ മാത്രമാണ്. സോ ഫൈനലിലും അത് ആവർത്തിക്കാതിരിക്കുന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ച് നല്ലത്. എന്തായാലും ഇന്ത്യൻ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ബാറ്റിംഗ് ഡെപ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശ്രേയസ് അയ്യർ ആണെങ്കിലും വിരാട് കോഹ്ലി ആണെങ്കിലും, അല്ലെങ്കിൽ KL രാഹുൽ ലാസ്റ്റ് മത്സരത്തിൽ നന്നായിട്ട് കളിച്ചു. അതോടൊപ്പം തന്നെ പവർഫുൾ ഫിനിഷുമായിട്ട് അവിടെ ഹാർദിക് പാണ്ഡ്യ ഉണ്ട്. ഒന്നും മൈൻഡ് ആക്കുന്നില്ല, അദ്ദേഹം കളിക്കുന്നു പോകുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്ന അക്ഷർ പട്ടേൽ ഉണ്ട്, രവീന്ദ്ര ജഡേജ ഉണ്ട്. സോ ബാറ്റിംഗ് സൈഡ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് രോഹിത് ശർമ്മയുടെയും അതോടൊപ്പം തന്നെ ഗില്ലിന്റെ പാർട്ണർഷിപ്പിൽ ഒരു നല്ല സ്കോർ പിറന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയ ടെൻഷൻ ഇല്ലാതെ കളിച്ചു പോകാൻ സാധിക്കും. എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത് കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനലിൽ ശ്രേയസ് അയ്യറിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കയ്യിൽ കളിയിരുന്നതെന്ന് ഇപ്പോഴും മനസ്സ് പറയുന്നുണ്ട്. എന്തായാലും പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. സോ ശ്രേയസ് അയ്യറിന് അതിപ്പോഴും മനസ്സിൽ കിടപ്പുണ്ടെന്ന് തോന്നുന്നു. വരുന്നു, നല്ല രീതിയിൽ ഗെയിമിനെ കൺട്രോൾ ചെയ്ത് കളിച്ചുകൊണ്ട് പോകാൻ ആൾക്ക് സാധിക്കുന്നുണ്ട്. വേണ്ട സമയത്ത് ഹിറ്റുകൾ വരുന്നുണ്ട്. അതെന്തായാലും മനസ്സമാധാനം തരുന്നൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ടൂർണമെന്റിന്റെ ഫൈനലിലേക്ക് വരുമ്പോൾ രണ്ട് ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ മനോഹരമായിട്ടൊരു മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമന്റ് ആയിട്ട് ആർക്കാണ് ഏറ്റവും അഡ്വാൻറ്റേജ് നിങ്ങളുടെ അഭിപ്രായത്തിൽ കൂടി കമന്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഇറ്റ്സ് മീ ഗോറ സനിയോ. ബൈ ബൈ ഗൈസ്.